കാരണം അവരുദ്ദേശിച്ച ആള് ശിക്ഷിക്കപ്പെട്ടില്ല, അയാളാണ് പ്രതി എന്നുള്ളത് ബാക്കിയുള്ളവരും മനസ്സുകൊണ്ട് കോടതിയിൽ വിധി എഴുതി കഴിഞ്ഞിരുന്നു. അത് നടപ്പാക്കാൻ പറ്റാത്തതിന്റെ കുറെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേച്ചിയുടെ വ്യൂ എന്താ അതിനകത്ത്? ഇപ്പൊ കോടതിയിൽ വിധി വന്നത് നേരെ തിരിച്ചായിരുന്നു, ഇവർ കോടതിയെ വിശ്വസിക്കുമല്ലോ. തെളിവുണ്ടോ? കോടതി എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തെളിവും കാര്യങ്ങളും നോക്കി 8 വർഷം കണ്ടായി ഇത്രയും അന്വേഷിച്ച് അതിന്റെ പുറകെ പോവാതെ വെറുതെ ഒരു വിധി പറയുമോ? കോടതിയിലിരിക്കുന്ന ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു വിധി വന്നപ്പോൾ നിരവധി അവർ കയ്യും കാലം പിടിച്ച്, എന്താ കയ്യും കാലം പിടിച്ച് വിധി പറയാൻ മജിസ്ട്രേറ്റ് എൻ്റെ ബന്ധു ആരെങ്കിലും ആണോ ചുമ്മാ അങ്ങ് വിധി പറയാൻ? ഒരിക്കലുമല്ല. ആ മജിസ്ട്രേറ്റ് അതൊക്കെ കണ്ടുപിടിച്ച് അന്വേഷിച്ച് അതിനുള്ള തെളിവുകൾ അടിസ്ഥാനം ഹാജരാക്കി അതിനകത്തൊന്നും തെളിവുകൾ കാണാത്തതുകൊണ്ടല്ലേ ഒരാൾ നിരപരാധി എന്ന് പറയണത്. ഇനി ആ സമയത്ത് അനുഭവിച്ച ഈ പറയുന്ന ആളുടെ വേദനയും വിഷമവും അവരുടെ വീട്ടുകാരുടെ ബുദ്ധിമുട്ടും ഇതൊക്കെ ആര് തീർത്തു കൊടുക്കും? അവരനുഭവിച്ച വിഷമോ? അപ്പോൾ കോടതിയിൽ നിന്നൊരു വിധി വരുമ്പോൾ, അവർക്ക് അനുകൂലമായിട്ടൊരു വിധി വരുമ്പോൾ മാത്രം ആ കോടതി നല്ലതാണ്, കോടതി എല്ലാം ശരിയായിട്ട് ചെയ്തു എന്ന് പറയണതും, നിരപരാധി ഒരാൾക്ക് ഒരു തെളിവുമില്ലാതെ അദ്ദേഹം പുറത്തു വരുമ്പോൾ അയ്യോ അത് ശരിയായില്ല, കോടതി തെറ്റാണ്, കോടതി അവരുടെ കൂടെ നിന്നു, അങ്ങനെ നിൽക്കുന്ന ആളല്ല കോടതി.